ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെത്തിയ മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ആടുജീവിതം 158 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഒരു മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണല്ലോ നേടിയെടുത്തത്. ഇപ്പോഴത്തെ 75 ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇനിയും സിനിമ എന്തുകൊണ്ട് OTT റിലീസ് ചെയ്യുന്നില്ല എന്നതിൻ്റെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നതിൻ്റെ ഉത്തരം ലഭ്യമായിരിക്കുകയാണ്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യനെറ്റും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും വൻ തുകയ്ക്ക് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. മെയ് അവസാന വാരത്തോടെ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യാനായിട്ടും ഇരുന്നതാണ്. പിന്നെ ചിത്രം എപ്പോൾ OTT റിലീസ് ചെയ്യുമെന്നതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ OTT പ്രൈസിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തൃപ്തരല്ല എന്നും കൂടുതൽ തുക സിനിമയുടെ OTT കമ്പനിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞുവെന്നും നിലവിലെ ആടുജീവിതത്തിന്റെ OTT ഡീല് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നും സിനിമയുടെ OTT റിലീസ് ഉടനെ ഉണ്ടാകില്ല തുടങ്ങിയ സൂചനകളാണ് ലഭ്യമാകുന്നത്. സമീപകാലത്ത് മോളിവുഡിൽ നിന്ന് വന്ന റിപ്പോർട്ടാണല്ലോ നിലവിലെ ഏത് ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിലും ആ സിനിമകളുടെ OTT അവകാശങ്ങൾ നിസ്സാര തുകയ്ക്ക് മാത്രമേ വിറ്റഴിക്കപ്പെടുന്നുള്ളൂ എന്ന് ഇപ്പോഴത്തെ ഒരു കുരുക്കിൽ തന്നെയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ ആടുജീവിതവും പെട്ടിരിക്കുന്നത്. ഏകദേശം 15-20 കോടി റേഞ്ചിൽ ആടുജീവിതത്തിന്റെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടുമെന്നായിരുന്നു നേരത്തെ സിനിമയുടെ റിലീസിന് മുന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തുകയാണ് നിലവിൽ സിനിമയുടെ നിർമ്മാതാക്കൾ OTT കമ്പനിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സമീപകാല വൻ വിജയം നേടിയെടുത്ത സിനിമയ്ക്ക് പോലും OTT സാറ്റലൈറ്റ് അവകാശത്തിലൂടെ ഇതേ ഏഷ്യനെറ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റൈറ്റ്സിലൂടെ ഏകദേശം 20 കോടിയോളം രൂപയായിരുന്നു ലഭ്യമായത്. മഞ്ഞുമൽ ബോയ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആടുജീവിതത്തിന് അതിനേക്കാൾ മുകളിൽ ലഭ്യമാക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ അതിനേക്കാൾ മുകളിൽ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ആവശ്യമാണ് എന്നാണ് അവസാനമായി വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതിനിടയിൽ പല വിദേശ രാജ്യത്തെ ഫിലിം ഫെസ്റ്റിവലിലും മറ്റും സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിൽ സിനിമ സ്ട്രീം ചെയ്ത് തുടങ്ങാൻ പാടില്ല എന്നൊരു നിബന്ധന ഉണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും പാനന്തൻ സിനിമ ദി ഗോട്ട് ലൈഫിന്റെ OTT റിലീസ് വൈകും എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട്.